It's me, Shailyas from Good Design. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉള്ള ഐറ്റം കാണിക്കാനായിട്ടാ. സൂപ്പർ പീസാണ്. ഒരു സിൽവർ സെറി വരുന്നൊരു എന്താ പറയാ ഒരു പാറ്റേൺ ആണെന്ന് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഫംഗ്ഷൻ, ഇപ്പൊ നമുക്കിനി ഒരു ഫംഗ്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണല്ലോ, ഫംഗ്ഷൻസിന്റെ ഒക്കെ ഇത് തുടങ്ങുകയാണല്ലോ. അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റയർ ആണ് വരുന്നത്. മെറ്റീരിയൽ എന്ന് പറഞ്ഞതും ഒരു സ്പെഷ്യൽ ഒരു മെറ്റീരിയലാണ്, മെഫർ സിൽക്ക് ആണ്. അതിൽ നമുക്ക് ടോപ്പ് വരുന്നത് എംബ്രോയിഡറി വരുന്നതാണ്, ദുപ്പട്ട ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഒക്കെ സൂപ്പർ ഷെയ്ഡുകളും ആണ്. ഒരു എന്താ പറയാ പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് ഏതാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. പിന്നെ മെറ്റീരിയൽ നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല സിൽവർ സെറി പാറ്റേണിൽ നമ്മളിത് ചെയ്തിട്ടില്ല. അതൊരു ക്ലാസി ലുക്ക് ഉണ്ട്. പിന്നെ ഒരു ഫംഗ്ഷന് നമ്മളെന്തായാലും നമ്മളങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടും. അങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്നതാണ്. നോർമൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഒരു പ്രത്യേക ടൈപ്പ് മെറ്റീരിയലാണ് മെഫിയോ സിൽക്ക് കേട്ടോ. നമ്മൾ നോർമൽ സിൽക്കിന്റെ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി ഒരു തിന്നായിട്ടൊരു ക്ലാസി ലുക്ക് വരുന്ന ഒരു ഐറ്റാണ്. ടോപ്പ് വരുന്നത് ഒരു മെഫിയർ സിൽക്ക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വിത്ത് എംബ്രോയിഡറി ആണ് കേട്ടോ. ഫുൾ സെറി ഇതാണ്. ഇതിലൊരു പാച്ചസ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നോക്കി ടോപ്പിൽ ഫുള്ളി ഇതിങ്ങനെ ജക്കോർഡാണ്, പക്ഷെ വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ്. നോർമലി ഉള്ള നമുക്ക് കുത്തി തറയ്ക്കുന്നതോ നല്ല അത്രയും തിന്നാണ്. ശരിക്കും നമുക്ക് ബനാറസിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എന്തുണ്ടായിരിക്കുക ടോപ്പ് ഉണ്ടായിരിക്കുന്നത്. നോർമലി ഇങ്ങനെ ബനാറസി മെറ്റീരിയലിൽ ബാക്ക് ആൻഡ് ഫ്രണ്ടും ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. രണ്ടും ഒരേ എന്താ പറയുക ഫ്രണ്ട് പോർഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. അതിനോടൊക്കെ സിമിലർ ആയിട്ടുള്ളതാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ളതാണ് മെഫിയർ സിൽക്ക്. ഒന്നുകൂടെ ഒരു ഷൈനിങ് എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ. ബാക്ക് പോർഷനിലും അതുപോലെ ഒരു എന്താ പറയുക പാച്ചസ് ആയിട്ടാണ് ഈ ഒരു വിവിങ് പാറ്റേൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. മൊത്തം ടോപ്പിന്റെ ലോവർ പാർട്ടിലൊക്കെ ഉണ്ട്. അതുപോലെ സ്ലീവ് ഏരിയയും ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ള ഒരു പാച്ച് ആയിട്ടാണ് കണ്ടോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി കളറാണ്, ലാവൻഡർ ഷെയ്ഡ് കേട്ടോ. ഫസ്റ്റ് വൺ നമുക്കൊരു 49 to 50 ആയിരിക്കും ലെങ്ത് ഉണ്ടായിരിക്കുക. 50 ലെങ്ത് ഉണ്ടായിരിക്കും. 8 എക്സസൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. സ്ലീവ് സെപ്പറേറ്റ് ആണ്, ഫുൾ സ്ലീവിന് ഓക്കെയാണ് കേട്ടോ. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ്, സെയിം ഷെയ്ഡാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. മെഫിയർ സിൽക്ക് ആണ്. നോർമലി ഉള്ളതിനേക്കാളും ഒന്നുകൂടി ഒരു ഷൈനിങ് ആയിരിക്കും. നമ്മൾ മസ്ലിൻ സിൽക്ക് ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അതിനേക്കാളും തിന്നൻ ഒരു സിൽക്കി നേച്ചർ കൂടുതലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മെഫിയർ സിൽക്ക് കേട്ടോ. ഉണ്ടാവും ഒന്നുകൂടി ഒരു ഗ്ലാസ് എഫക്റ്റ് വരുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ലുക്ക് വരുന്ന ഐറ്റാണ്. ഇതാണ് ബോട്ടം കൂടെ വരുന്നത്. കോമ്പിനേഷൻ വൈസും സൂപ്പറാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബേക്ക്ഡ് ഓറഞ്ചിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡ് വരുന്നത് അല്ലേ. ബേക്ക്ഡ് ഓറഞ്ചിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡാണ്. ഡസ്റ്റി ഷെയ്ഡിൽ വരുന്ന ഒരു ബേക്ക്ഡ് ഓറഞ്ച് വിത്ത് കോമ്പിനേഷൻ ചിക്കു അല്ലെങ്കിൽ ഐവറി ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 50 ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല സൈസിൽ ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് മെഫിയർ സിൽക്ക്. ഓൾ ഓവർ നമുക്കൊരു ഗ്ലാസി അല്ലെങ്കിൽ ഒരു മിറർ ഫീൽ വരുന്ന ടൈപ്പ് അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ അല്ലേ. അങ്ങനെ ഒരു എഫക്റ്റ് വരുന്ന പോലെ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള അങ്ങനെ ഒരു എഫക്റ്റ്. ഓക്കെ, ഓൾ ഓവർ ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, പാച്ചസ് ആയിട്ടാണ് അതിന്റെ വീവിങ് പാറ്റേൺ വരുന്നത്. നെക്കിന്റെ ഏരിയ എംബ്രോയിഡറി പാറ്റേൺ ആണ് കേട്ടോ. നെക്ക് പാറ്റേണിൽ ഫുള്ളി ഒരു സർദോസി വെച്ചിട്ടാണ് നെക്കിന്റെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് സെപ്പറേറ്റ് ആണ്. അതിലേക്കും ഇതുപോലെ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട്. ഫുൾ പാച്ച് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു വീവ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ അത് നമുക്കൊരു പാച്ചസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സ്ലീവ് സെപ്പറേറ്റ് ആണ്, ഫുൾ സ്ലീവിനുള്ളതുണ്ടായിരിക്കും. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടൺ ആണ്. ദുപ്പട്ട വരുന്നതും മെഫിയർ സിൽക്ക് ആണ്. അതിൽ ഫുള്ള് എന്താ പറയുക ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ദുപ്പട്ടെ. അപ്പോൾ ഇതിൽ കണ്ട ആ ഒരു സെറി കണ്ടില്ലേ, അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ നല്ല രസമുണ്ട്. മെറ്റീരിയൽ വൈസും സൂപ്പറാണ്, അടിപൊളി കോമ്പിനേഷനുമാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. പിസ്ത ഗ്രീനിലേക്ക് ഒരു പീച്ച് കളർ വരുന്ന കോമ്പിനേഷനാണ്. പീച്ച് ആൻഡ് പിസ്ത നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് സത്യം പറഞ്ഞതിന് മെറ്റീരിയലാണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് റിച്ച് ലുക്ക് വരുന്ന മെറ്റീരിയലാണ് മെഫിയർ സിൽക്ക്. ഓക്കെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയുന്നുണ്ടാവും. ഇങ്ങനെയാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത്. നമുക്കൊരു 50 എന്തായാലും ലെങ്ത് കിട്ടും. 50, 51, 52 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. ഷോൾഡർ ടു ഉണ്ടത് ഫുൾ ലെങ്ത്തിലേക്ക് കിടക്കുന്നത്. സ്ലീവ് സെപ്പറേറ്റ് ആണ്. ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ അല്ല, അവിടെ പാച്ചസ് ആയിട്ടാണ്. ഫ്രണ്ട് പോർഷൻ ഫുള്ളി വീവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫുൾ ആ ഒരു സെറി. പക്ഷെ ഇതൊക്കെ ചെയ്തെങ്കിലും അത്രയും തിന്നാണ് മെറ്റീരിയൽ വന്നിട്ട്. നോക്കിയേ കിടക്കുമ്പോൾ നോക്കിയേ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടൺ ആണ്. ദുപ്പട്ട വരുന്നതും മെഫിയർ സിൽക്ക് തന്നെയാണ്. അതിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഗ്ലാസി ഒരു ടൈപ്പിൽ വരുന്ന
ദുപ്പട്ട കേട്ടോ. അങ്ങനത്തെ ഫീൽ, ആ ഒരു വിവിങ് സ്റ്റൈൽ, ആ ഒരു പാറ്റേൺ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക്. ആ ഒരു ചെറിയുടെ കണ്ട ബോഡി ഓൾ ഓവർ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വന്നെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് അത്രയും തിന്നായിട്ടാണ് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആ ഒരു വിവിങ് സ്റ്റൈല്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ്. പേസ്റ്റൽ പിങ്ക്, ഞാനിട്ടുള്ള സെയിം ഷെയ്ഡ് കേട്ടോ. പേസ്റ്റൽ പിങ്കും അതുപോലെ തന്നെ നല്ലൊരു ആഷ് കളർ കോംബോ, നല്ല കോമ്പിനേഷൻ ആണ് ഇത് കേട്ടോ, ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും സെയിം ഡിസൈനൊക്കെ പാറ്റേൺ ഒക്കെ സിമിലർ ആണ്, കളർ കോമ്പിനേഷനിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. 50+ ആയിരിക്കും ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കുക. നമുക്കൊരു 7XL 8XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെന്താ, സ്ലീവ് സെപ്പറേറ്റ് ആണ്. ബാക്ക് ഏരിയ പ്ലെയിനിൽ പാച്ചസ് ആയിട്ടായിരിക്കും ഈ ഒരു വിവിങ് പാറ്റേൺ വരുന്നത്. അതുപോലെ നെക്ക് ജർദോസി വെച്ചിട്ട് പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്ക് ഏരിയ. ഓക്കെ, ദുപ്പട്ട ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം. ആംഗിൾ ലെങ്ത്തിനൊക്കെ നല്ല പറ്റിയൊരു ബോട്ടാണ്. നോർമൽ പാരലൽസ് ആയാലും ഓക്കെയാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് നോക്കിയേ, അതിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, ആ എഫക്റ്റ് കിട്ടുന്നുണ്ട്, ആ ഒരു ഷൈനിങ്. ഇതാണ് ഗ്രേ കളറിലേക്ക് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് വിത്ത് ആ ഒരു ഈ മെറ്റീരിയലിൻ്റെ ഇത് കണ്ടില്ലേ, ഫുൾ സ്റ്റൈൽ. അത്രയും സോഫ്റ്റ് ആൻഡ് ഫൈൻ ആണ് മെറ്റീരിയൽ. ഈ ഒരു ഷൈനിങ് അത്രയും തിന്നായിട്ടുള്ള ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 കളേഴ്സാണ്, 4ഉം സൂപ്പറാണ്. ഫംഗ്ഷന് പറ്റിയ സൂപ്പർ പീസാണ്, അടിപൊളി ഐറ്റാണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.